അതെ, സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. കാരണം അമ്മാതിരി ഒരു ക്യാരക്ടറാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ചെയ്തത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഒന്നും പറയാനില്ല. പ്രേക്ഷകർ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും കാണാൻ വന്നു, ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. സോ എക്സ്പീരിയൻസ് ഞങ്ങളൊരു അറൗണ്ട് 6 months ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു ഇമോഷണൽ ജേർണി ആയിരുന്നു ഫിലിം. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നല്ല റെഫറൻസസ് എടുത്തിട്ടുണ്ട്. ജിത്തുക്കെ നന്നായിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സെറ്റിലുള്ള എല്ലാവരും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാസ്റ്റ് ആയാലും ക്രൂ ആണെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. ഒരുപാട് വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ഒരുപാട് മെമ്മറികൾ തന്നൊരു ഫസ്റ്റ് മൂവിയാണെന്ന് ഞാൻ പറയും. ഫസ്റ്റ് മൂവിയാണോ? അതെ, സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നിയില്ല. അപ്പോൾ ഫസ്റ്റ് മൂവി തന്നെ ഒരു വില്ലത്തിയുടെ ക്യാരക്ടറാണ് കിട്ടുന്നത്. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് വളരെ സ്പെഷ്യലാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും കിട്ടും അങ്ങനെ ഒരു ചാൻസ്. അതെ, ചാക്കോച്ചനെ ഇടിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ അത് മോർ ദാൻ ഡിസേർവിംഗ് ആണ്, ബിയോണ്ട് ഡ്രീം എന്നൊക്കെ പറയുകയാണെങ്കിൽ. എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്? സിനിമ ആഗ്രഹിച്ച് വന്നതാണോ അതോ കോൺഫിഡൻഷ്യലി വന്നതാണോ? ഇല്ല, തീർച്ചയായിട്ടും ആഗ്രഹിച്ച് തന്നെ വന്നതാണ്. ഞാൻ കാസ്റ്റിംഗ് കോൾ കൊടുത്തതാണ്, അങ്ങനെ വിളിച്ചാണ്. മാർട്ടിൻ സാറും ജിത്തു സാറും എല്ലാവരും ഇവിടെ സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് മൂവിയിലേക്ക് വന്നത്. അവരും കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈറ്റ് സീൻ ഒരുപാടുണ്ടായിരുന്നു, ആക്ഷൻ സീൻ അത് കൂടുതൽ. അപ്പോൾ അങ്ങനെ ചോദിക്കാവുന്ന ആസ് എ ഗേൾ അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല മൂവിയിൽ. ഞാൻ ആക്ഷൻ സീൻസ് ചെയ്തിട്ടില്ല. ചെയ്തത് അവരാണ്. സോ അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഇഞ്ചുറിയൊക്കെ വന്നിട്ടുണ്ട് അവർക്ക്. സോ കുറച്ച് ദിവസത്തെ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ടാണ്. ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഭയങ്കര റെലവൻ്റ് ആണ്. ഒരു ഡ്രഗ് അഡിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു മെസ്സേജിനെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ അവെയർ ആയിരുന്നോ ഈ സിനിമ ചെയ്യുമ്പോൾ ഇത് ഇത്രത്തോളം ഡെപ്ത് ഉള്ളൊരു മെസ്സേജ് ആയിരിക്കും എന്നുള്ളത്? ഇത്രയും എൻഡ് വന്നപ്പോഴാണ് നമുക്കും അതിൻ്റെ ഒരു ഇമോഷണൽ ഡെപ്ത് മനസ്സിലായത്. സോ നമുക്ക് മൂവി ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അത്രയ്ക്ക് അറിയില്ല. നമുക്ക് ക്യാരക്ടറിനെ പറ്റിയാണ് കൂടുതലും അറിയുന്നത്. സ്റ്റോറി ലൈൻ അറിയാം, ക്യാരക്ടർ എന്താണെന്ന് അറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ബട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മളും ഇത്രയും ഡെപ്ത് ഉണ്ടായിരുന്നു, ഇത്രയും സീരിയസ് ആയിട്ട് നമ്മളൊരു സബ്ജക്റ്റിനെ വരെ സംസാരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. എനിക്കത് തോന്നുന്നു ഓഡിയൻസ് അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ചാക്കോച്ചൻ വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഒരു പ്രഷറും ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ചേട്ടൻ സാർ തന്നെ പറഞ്ഞു തരും. തീർച്ചയായും. എൻ്റെ പേര് ഐശ്വര്യ, എൻ്റെ നാട് പത്തനംതിട്ടയാണ്. ഞാൻ MA ജേർണലിസം ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞു ഫിലിമിലേക്ക് വന്നു. അപ്പോൾ ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഭാവി എന്താണെന്നറിയില്ല. തീർച്ചയായും കിട്ടിയാൽ ഇതിലും നല്ല ചാൻസ് വേറൊന്നുമില്ല. എൻ്റെ ആഗ്രഹവും ഇത് തന്നെയാണ്, എൻ്റെ പാഷനും ഇത് തന്നെയാണ്. സോ ഭാവിയിൽ നല്ല മൂവി കിട്ടുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ